അതിരൂപതയുടെ സ്ഥലങ്ങൾ വിറ്റ് നഷ്ടം വരുത്തിയത് മാർ ഇടയന്ത്രത്ത്. കടം വീട്ടാൻ പറ്റിയ അതിരൂപതയുടെ 5 സ്ഥലങ്ങൾ ഏതെന്ന് നിർണയിച്ചതും അതിന്റെ വില നിശ്ചയിച്ചതും അതിന്റെ വിൽപ്പനയുടെ ചുമതല പ്രൊക്യൂറേറ്ററിനെ ഏൽപ്പിച്ചതും മാർ ഇടയന്ത്രത്താണ്. കർദിനാൾ ഒരു തരത്തിലും ഇവിടെ ഇടപെട്ടിട്ടില്ല. സ്ഥലവില നിർണയിച്ചത് ഫിനാൻസ് കൗൺസിൽ അല്ല, മാർ ഇടയന്ത്രത്ത് അധ്യക്ഷനായ കച്ചേരിയാണ്. ഈ സ്ഥലവില നിർണയത്തിലെ വീഴ്ച മൂലം 45 കോടി രൂപ നഷ്ടം വന്നതായി ഫാദർ മാരാപ്പറമ്പിലിന്റെ അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ശരാശരി വില നിശ്ചയിച്ചതിൽ വലിയ ശ്രദ്ധക്കുറവുണ്ടായി എന്ന് മാർ ഇടയന്ത്രത്ത് കുറ്റസമ്മതം നടത്തുന്നു. കടം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള പൊതുവായ ആവശ്യത്തിന് മുമ്പിൽ ശാസ്ത്രീയമായി മറ്റുള്ളവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് ഓരോ സ്ഥലത്തിനും അർഹിക്കുന്നതായ വില നിശ്ചയിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലെന്നുള്ളത് സത്യമാണ്. സ്ഥലവില നിർണയത്തെക്കുറിച്ചുള്ള കച്ചേരിയുടെ തീരുമാനത്തെക്കുറിച്ച് ഫാദർ മാരാപ്പറമ്പിലിന്റെ റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ ഇങ്ങനെയാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ദ കമ്മിറ്റി that the fixation of average market value was arbitrary without making any enquiry regarding the market value of respective properties. അതായത് അതിരൂപതയുടെ 5 സ്ഥലങ്ങൾ വിറ്റ വകയിൽ തന്നെ സാമ്പത്തിക നഷ്ടത്തിന്റെ ഭരണ ഉത്തരവാദി ഫാദർ മാരാപ്പറമ്പിലിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സഹായ മെത്രാൻ മാർ ഇടയന്ത്രത്താണ്. In the Curia decision to alienate 5 plots of land, he failed to verify the decision of the Finance Council and the consultants forum fixing the maximum average value of the land was not properly discussed nor studied. After issuing the decision on the sale properties, the protosyncellus had no idea regarding the further process. അതിരൂപതയ്ക്ക് ബാധ്യതയായ സ്ഥലം വിൽപ്പനയിൽ സ്ഥലമോ അതിന്റെ വിലയോ നിർണ്ണയിക്കുന്നതിൽ ഉൾപ്പെടാത്ത അതിരൂപത അധ്യക്ഷൻ അതിന്റെ കച്ചവടത്തിൽ നേരിട്ട് ഇടപെട്ടു എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവുമില്ല. എന്നാൽ ഇതിന്റെ ഭരണവീഴ്ച കർദിനാളിനെ കെട്ടി ഏൽപ്പിക്കാനാണ് സഹായ മെത്രാന്മാരും വിമത വൈദികരും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നത്. കാനോനിക സമിതിയിൽ ആലോചിക്കുന്നതിന് മുമ്പ് വസ്തു വിൽക്കാൻ അനുമതി നൽകിയത് മാർ ഇടയന്ത്രത്ത് 6-7-16 കൂടിയ ആലോചന സമിതിയുടെ അനുമതി വാങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രൊക്യൂറേറ്റർക്ക് സ്ഥലം വിൽക്കുന്നതിന് 21-6-16 ഭരണാനുമതി നൽകിയതും ബ്രോക്കറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങാൻ അനുവാദം നൽകിയതും മാർ ഇടയന്ത്രത്താണ്. എന്നാൽ ഈ വസ്തുത മറച്ചുവെച്ച് കർദിനാളിനെയും പ്രൊക്യൂറേറ്ററിനെയും സംശയനിഴലിലാക്കും വിധം സർക്കുലറിൽ ആരോപണം ഉന്നയിക്കാൻ മാർ ഇടയന്ത്രത്ത് മടിച്ചില്ല. സർക്കുലറിൽ അവഹേളനം ഇങ്ങനെ എഴുതി: അതിരൂപത കാനൂനിക സമിതികളിൽ ആലോചനയ്ക്ക് വരും മുമ്പ് തന്നെ വിൽക്കാനുള്ള ചില സ്ഥലങ്ങൾക്ക് അഡ്വാൻസ് വാങ്ങിയിട്ടുള്ളതായി അറിയുന്നു. ആലോചനാ സമിതിയിൽ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭരണാനുമതി നൽകി എന്ന ഗുരുതരമായ സ്വന്തം വീഴ്ച മറച്ചുവെച്ചതും പോരാ, അത് മറ്റൊരാളിന്റെ മേൽ, സ്വന്തം മെത്രാന്റെ മേൽ തന്നെ കെട്ടി ഏൽപ്പിച്ചത് അതും പൊതുവേദിയിൽ ഒരു സഭാരേഖയിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത തെറ്റായിപ്പോയി. വസ്തുവിൽപ്പനയിൽ കാനോൻ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി മാർ ഇടയന്ത്രത്താണ്. എന്നിട്ടൊടുവിൽ കർദിനാളിന്റെ പേരിൽ അത് ചാർത്തിയത് സഹായ മെത്രാന്മാരുടെയും വിമത വൈദികരുടെയും ഗൂഢാലോചനയാണ്. മറ്റൊരു സ്ഥലം വാങ്ങി കടം വരുത്തിയത് കച്ചേരിയുടെ ഗുരുതര വീഴ്ചയാണ്. എറണാകുളം അതിരൂപതയുടെ സാമ്പത്തിക ബാധ്യതയുടെ സിംഹഭാഗവും സംജാതമായ മെഡിക്കൽ കോളേജിന് വേണ്ടി മറ്റൊരു സ്ഥലം വാങ്ങിയ വകയിലാണ്. 60 കോടി കടം, 7 കോടി വാർഷിക പലിശ. പോരാത്തതിന് ഫാദർ മണവാളിന്റെ അഭിപ്രായത്തിൽ വസ്തു മേടിച്ച വകയിൽ 9 കോടി വേറെയും നഷ്ടം വന്നിട്ടുണ്ട്. കച്ചേരിയും ഫിനാൻസ് സമിതിയും വേണ്ട വിധം ആലോചിക്കാതെ എടുത്ത ഒരു മണ്ടൻ തീരുമാനമായിരുന്നു ഇത്. സ്ഥലവില നിർണയിച്ചതും ലോൺ ഏറ്റെടുത്തതും കച്ചേരി തന്നെ. ആലോചന സമിതിയിൽ ഒന്നും ചർച്ച ചെയ്തില്ല. വാങ്ങിയത് പെട്ടെന്നായിരുന്നുവെന്ന് സഹായ മെത്രാൻമാർ ഇടയന്ത്രത്തിൽ സമ്മതിക്കുന്നു. മറ്റൊരു സ്ഥലം വാങ്ങിയതിന്റെ വകയിൽ വന്ന സാമ്പത്തിക നഷ്ടത്തിന്റെ ഭരണ ഉത്തരവാദി ഫാദർ മാരാപ്പറമ്പിലിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സഹായ മെത്രാന്മാർ ഇടയന്ത്രത്താണ്. ഒടുവിൽ ഇപ്പോൾ ഈ ഘടബാധ്യതയുടെ കുറ്റമെല്ലാം കർദിനാളിന്റെ ചുമലിൽ മാത്രം ചാരി കൈ കഴുകി നല്ല പിള്ള ചമയുകയാണ് സഹായ മെത്രാന്മാരും വിമത വൈദികരും.